ആ, കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇത് യേശു കർത്താവ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം നമുക്കറിയാം, യോർദാൻ്റെ തീരത്ത് വെച്ച് യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മ പ്രാവെന്ന പോലെ വന്നു. പിന്നീട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് 40 ദിവസം കഴിഞ്ഞ് കർത്താവ് ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. തുടർന്ന് കർത്താവ് പള്ളിയിൽ പതിവ് പോലെ ചെന്നപ്പോൾ പുസ്തകങ്ങൾ ന്യായപ്രമാണം ചുരുൾ വായിക്കുവാൻ അവന് അവസരം കിട്ടിയപ്പോൾ യെശയ്യാപ്രവചനത്തിൽ നിന്നെടുത്ത് വായിച്ചു. അന്ന് പറയുകയാണ്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനാ അഭിഷേകം ചെയ്തേക്കുന്നത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ ഹോവയായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഞാൻ വളരെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് നമ്മളെ ഒന്ന് സ്പർശിക്കണം. ദൈവാത്മാവിനാൽ ഒന്ന് നിറയണം, ഒന്നുകൂടെ ഒന്ന് ശക്തിപ്പെടണം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ദൈവം വെറുതെ നമ്മളെ അഭിഷേകം ചെയ്യുന്നില്ല. നമുക്കറിയാം, രാവിലെ നമ്മൾ ചിന്തിച്ച് വെച്ചത് ഇങ്ങനെയാണ്: കർത്താവ് തിരഞ്ഞെടുത്ത ആളുകളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി ദൈവം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു? രാവിലെ നമ്മളിങ്ങനെ ചിന്തിച്ചു. പഴയ നിയമ അടിസ്ഥാനത്തിൽ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും ചെങ്കടൽ കടന്നു, എല്ലാവരും ഒരേ ആത്മീയാഹാരം കഴിച്ചു. പക്ഷേ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതൂത് തീരുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ ദൈവാത്മാവ് തന്നെ പ്രകാശിപ്പിച്ചു വന്നൊരു കാര്യം, ഞാൻ ചിന്തിച്ചതല്ല പരിശുദ്ധാത്മാവ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് വളരെ ചിന്തിച്ചു. കാരണം പഴയ നിയമത്തിൽ സ്നാനപ്പെട്ടത് ചെങ്കടലിനകത്തൂടെ ആളുകൾ കടന്നു പോയപ്പോൾ അത് സ്നാനമായിട്ട് ദൈവം കണക്കാക്കിയെന്നാണ് വചനത്തിൽ കാണുന്നത്. ചെങ്കടൽ സ്നാനത്തിന് മുൻകുറിയാണ്. അന്ന് എല്ലാവരും ചെങ്കടൽ കടന്നപ്പോൾ അവരെല്ലാം സ്നാനപ്പെട്ടതായി ദൈവം അംഗീകരിച്ചു. പിന്നൊരു സ്നാനം അവർക്ക് ആവശ്യമായി വന്നില്ല. എന്നാൽ അതിനു മുമ്പുള്ള സ്നാനം ഏതായിരുന്നു? പെട്ടകത്തിൽ വെള്ളത്തിലൂടെ അവർ രക്ഷ പ്രാപിച്ചു. ആ 8 പേർ പെട്ടകത്തിലൂടെ, അല്പജനമെന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചു. ആ പെട്ടകം സ്നാനത്തിന് മുൻകുറിയാണ്. ചെങ്കടലിൽ കൂടെ കടന്നത് സ്നാനമാണെന്ന് പറയുന്നു. പെട്ടകത്തിൽ കൂടെ പോയത്, വെള്ളപ്പൊക്കത്തിൻ്റെ നടുവിൽ പെട്ടകത്തിനകത്ത് കയറിയിരുന്നതും സ്നാനത്തിന് മുൻകുറിയായിട്ട് വെച്ചിരിക്കുന്നു. ഇപ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള സ്നാനമാണ്. ഓരോരുത്തൻ വെള്ളത്തിലിറങ്ങി സ്നാനം കഴിക്കണം, സ്നാനം വെക്കണം. അപ്പോൾ രാവിലെ നമ്മൾ അതിനുള്ള ബന്ധത്തിലൊക്കെ ചിന്തിച്ചു. പക്ഷേ ഈ ചെങ്കടൽ കടന്ന ആളുകൾ അപ്പോൾ ഇന്ന് സ്നാനപ്പെട്ട ആളുകളാണ്. അവർ അന്ന് ആ രീതിയിലാണ് സ്നാനപ്പെട്ടത്. പക്ഷെ അവർ സ്നാനപ്പെട്ടതാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അന്ന് അവർ മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? മേഘമാണ് അവരെ നടത്തിയത്. പുതിയ നിയമത്തിൽ നമ്മെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം, നമ്മുടെ നായകൻ യേശുവാണ്, പക്ഷെ നടത്തിപ്പ് പരിശുദ്ധാത്മാവിനാണ്. അന്ന് മോശെ അവർക്ക് നായകനായിരിക്കുന്നുവെങ്കിലും അവരെ നടത്തുന്നത് മേഘമായിരുന്നു. മേഘം എവിടെ കാണുമോ അവിടെ പോയി ഒരു പാളയമടിക്കും. മേഘം എവിടെ പോയി നിൽക്കുമോ അവിടെ പോയി അവർ താമസിക്കും. മേഘം മുകളിൽ നിന്ന് വഴിതെറ്റാതെ അവരെ ഇങ്ങനെ കൊണ്ടുപോവുക. അവർക്ക് ഈ മാപ്പൊന്നും കയ്യിലില്ല. മരുഭൂമിയാണ്, വിശാലമായ മരുഭൂമിയിൽ അവർക്ക് കനാൻ ദേശത്തെത്തുവാൻ അവർക്ക് വഴി അറിയത്തില്ലെങ്കിലും മേഘം പോകുന്നത് നോക്കി പോയപ്പോൾ മേഘം അവരെ വഴിതെറ്റാതെ എത്തേണ്ടുന്ന പട്ടണത്തിലെത്തേണ്ടതിനെ ചൊവ്വയുള്ള പാതയിൽ നടത്തി. സ്തോത്രം. ബൈബിൾ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്ന, എത്തേണ്ടുന്ന പട്ടണത്തിലെത്തേണ്ടതിന് അവൻ ഞങ്ങളെ ചൊവ്വയുള്ള പാതയിൽ നടത്തി. സ്തോത്രം. അതുകൊണ്ട് വഴിതെറ്റാതെ കറക്റ്റായിട്ട് അവർ കനാൻ ദേശത്ത് ചെന്ന് കയറി. സ്തോത്രം. ഇവിടെ ശബരിമലയ്ക്ക് പോകാൻ ഇറങ്ങുന്ന ആളുകൾക്ക് വഴി തെറ്റത്തില്ല. കാരണം എത്ര ബോർഡാ വെച്ച്, ശബരിമല അങ്ങോട്ട്, ശബരിമല ഇങ്ങോട്ട്, എത്ര ബോർഡാ. ഒന്നും ചോദിക്കണ്ട. രാത്രി വണ്ടി വിട്ട് പോയാൽ മതി. വെട്ടമടിക്കുമ്പോൾ കത്തുന്ന രീതിയിൽ ഫ്ലൂറസെൻ്റ് കളറിലൊക്കെ അടിച്ചു വെച്ചിരിക്കുകയാണ്. എങ്ങോട്ട് വേണേലും ഒരുത്തനും വഴി വേണ്ട. അർദ്ധരാത്രിക്ക് നമുക്ക് വണ്ടി ഓടിച്ചു പോകാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് ചൂണ്ടുവലയായി മാറിയത് മേഘമാണ്. സ്തോത്രം. ആ മേഘത്തിൻ്റെ ചുവട്ടിൽ പറ്റി അവർ പോയപ്പോൾ വഴിതെറ്റാതെ അവർ തക്ക സമയത്ത് എത്തേണ്ടടുത്ത് എത്തുവാനിടയായി. സ്തോത്രം.
ഇന്നത്തെ പോലെ അവർക്ക് വേദപുസ്തകം അല്ലെങ്കിൽ ഇന്നത്തെ പോലെ അല്ല. അന്നന്ന് നമ്മൾ ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുന്ന പോലെ അന്നവർ ശക്തന്മാരുടെ ആഹാരം കഴിച്ചു. വചനം ഒരു അപ്പമാണെന്ന് വചനം പറയുന്നു. വചനം അപ്പമാണ്. പക്ഷെ അന്ന് അവരപ്പം കഴിച്ചത് ഇന്ന് നമ്മൾ കഴിക്കുക. അല്ലെന്ന് പാളയത്തിൽ പൊഴിച്ചു കൊടുക്കുകയാണ്. അവർ ഒരേ ആഹാരം തന്നെ കഴിച്ച് എല്ലാവരും കഴിക്കുകയാണ്. എല്ലാവരും ദൈവത്തിങ്കിൽ നിന്ന് വരുന്നത്, കർത്താവിങ്കിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വീഴുന്ന മന്ന പെറുക്കി അവർ ഭക്ഷിച്ചു. ഇന്ന് നമുക്ക് ആ സ്ഥാനത്ത് വചനമാണുള്ളത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമായിട്ട് വചനമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം. ആ ജഡമെടുത്ത് വന്നാണ് യേശു. നമുക്കറിയാം വചനമുണ്ട്. അവർക്കും വചനമുണ്ടായിരുന്നു, അവർക്ക് മന്നയായിരുന്നു. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കുടിക്കുന്നത് പോലെ അവർ വെള്ളം കുടിച്ചത് പാറയിൽ നിന്ന് വെള്ളം കുടിച്ചപ്പോൾ ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് നമുക്ക് ഒരു നദി തുറന്നു തന്നിട്ടുണ്ട്. ആവശ്യത്തിന് കുടിക്കാൻ ദൈവം തന്നിട്ടുണ്ട്. നമ്മളിന്ന് കുടിക്കുന്നത് അന്നവർ അക്ഷരാർത്ഥത്തിൽ പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളം കുടിച്ചപ്പോൾ ഇന്ന് നമ്മൾ ആത്മനദിയിൽ നിന്ന് കുടിക്കുകയാണ്. ദാഹിക്കുന്നവരെങ്കിൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചു. ദൈവാത്മാവ് തന്ന ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും കുറേ നേരം ചിന്തിച്ചിന്ന് വൈകിട്ട് ഉച്ച കഴിഞ്ഞ്. കാരണം ശരിയാണല്ലോ, നമ്മൾക്കുള്ള എല്ലാ അനുഭവങ്ങളും മറ്റൊരു നിലവാരത്തിലാണെങ്കിലും പഴയ നിയമത്തിൽ അവർക്കുണ്ടായിരുന്നു. സ്തോത്രം. അവർ കടന്നു പോയതുപോലെ തന്നെ നമ്മളും ഇന്ന് കടന്നു പോവുകയാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിഷയം, മിക്ക ആളുകളിലും ദൈവം പ്രസാദിച്ചില്ല. ലോകാവസാനം വന്ന് തിരിക്കുന്ന നമുക്കും ഇത്രയും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും വ്യക്തിപരമായി ദൈവം നമ്മിൽ പ്രസാദിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്ന് കർത്താവിൻ്റെ വചനത്തിൽ ഉള്ളതുകൊണ്ട് ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗം കഴിപ്പാൻ യേശു നമ്മെ എപ്പോഴും പണിയുകയാണ്. എന്താക്കുവാൻ വേണ്ടി പണിയുന്നു എന്നാണ് രാവിലെ ചിന്തിച്ചത്. പുരോഹിത ശുശ്രൂഷയ്ക്കായി ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ശുശ്രൂഷ കർത്താവ് ശിഷ്യന്മാരെ അങ്ങനെ ആക്കി. അവരത് ചെയ്തു. അവർ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിക്കുന്ന ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിയപ്പോൾ ദൈവം അവരെ വളരെ അനുഗ്രഹിപ്പാനിടയായി. അത് പറഞ്ഞ് നമ്മൾ നിർത്തി. ഇന്ന് രാവിലെ വൈകിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എനിക്ക് ആത്മനിയോഗം തരുന്നത് അതിനായിട്ടുള്ളൊരു അഭിഷേകം ഇവിടെ നടക്കണം. കർത്താവ് ശിഷ്യന്മാരോട് ചുമതലപ്പെടുത്തുകയാണ്, നിങ്ങൾ നഗരം വിട്ടു പോകാതെ ശക്തി ലഭിക്കുവോളം കാത്തിരിക്കുക, നഗരത്തിൽ തന്നെ പാർക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചവരായി യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. രാത്രി ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാനോ നമ്മളെ വ്യക്തിപരമായി സഹായിക്കാനോ നമ്മളിലൊരു ശുശ്രൂഷ വെളിപ്പെട്ടിട്ട് പത്രോസിൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന ആളുകൾ നന്മ കൊണ്ട് അല്ലെങ്കിൽ വീടും വസ്തുവും വിറ്റ് കൊണ്ടെന്ന് വെച്ചതുപോലെ എന്തെങ്കിലും ഒരു നന്മ കിട്ടാനായിട്ടാണോ ദൈവം നമ്മെ അഭിഷേകം ചെയ്യുന്നത്? അതാണോ ഇതിൻ്റെ പുറകിലെ ചേതോവികാരം? ദൈവം നമ്മെ അഭിഷേകം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഒരു അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകരുന്നത്? എന്താണ് ദൈവം നമ്മെ അഭിഷേകം ചെയ്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യോട് വായിച്ചിട്ട് ദൂതൻ പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ആട്ടിടയന്മാർ കേട്ടതായ കാര്യമൊന്ന് വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം. അന്നാ പ്രദേശത്ത് ഇടയന്മാർ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അവർ ഭയപരവശരായി തീർന്നു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എല്ലാവർക്കും സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പോവുകയാണ്. സ്തോത്രം. അത് യേശുവിൽ കൂടെയാണ് നടക്കാൻ പോകുന്നത്. അതാണ് യേശു ജനിച്ചപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം തോന്നിയത്. രക്ഷകൻ എന്നാണ് യേശുവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം. വീണ്ടും എടുത്തു തരുന്നവൻ. യേശു വന്നിട്ട് ശിഷ്യന്മാരോട് കാര്യം പറയുന്നുണ്ട്. 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ഈ മത്തായിയുടെ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ വാക്യം ഇങ്ങനെ വായിച്ചിട്ട് ഞാൻ ദൈവത്തോട് ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു. ആ ചോദ്യം, കർത്താവ്, ഇത് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ എഴുതിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആശയങ്ങൾ കിട്ടിയേനല്ലോ. കാരണം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 3 ശിഷ്യന്മാർ യേശുവിനോട് കൂടെ ഒരു മലയുടെ മുകളിൽ കയറി ചെന്നു. അത്ഭുതകരമായൊരു കാര്യം കണ്ടു. മരിച്ചുപോയ മോശയും ഏലിയാവും ഇറങ്ങി വന്നു, ദൈവത്തോട് സംസാരിക്കുന്നു, കർത്താവിനോട് സംസാരിക്കുന്നു. പെട്ടെന്ന് പത്രോസ് ചാടി പറഞ്ഞു,
ഞങ്ങളിവിടെ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് ഏലിയാവിനും ഒന്ന് മോശയ്ക്കും ഒന്ന് നിനക്കും, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുക, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഇഷ്ടം പോലെ വാസസ്ഥലങ്ങളുണ്ട്. ഇപ്പം ഇവിടെ കുടിലൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് വേറെ കൈപ്പണിയല്ലാത്ത നിത്യഭവനമുണ്ട്. അവിടെ പോകുന്ന നമ്മളെന്തിനാണ് ഇവിടെ വെറുതെ കുടിൽ കുത്താൻ വേണ്ടി ഇപ്പം മരം മുറിക്കാനൊക്കെ വെറുതെ കഷ്ടപ്പെടുന്നേ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ അവിടെ അല്ലേ ഇത് പറയേണ്ടതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, മോനെ മർക്കോസ് 9 അല്ല അത് 14 എഴുതിയിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാ ഇടപെട്ട് മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചിട്ട് യോഹന്നാൻ 14:1 വായിക്കാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു. എന്താണ് മലാക്കി 1:4 രാവിലെ നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഭാഗം? അതെന്താണ്? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അവ സകല അഹങ്കാരികളും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വായിച്ചോ? വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഇതിനെ ആരൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിഷേധിച്ചാലും ഏഷ്യാനെറ്റുകാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശാസ്ത്രജ്ഞന്മാർ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ഈ ഭൂമിയെ ദൈവം കരുണയില്ലാതെ കത്തിച്ച് കളയുവാൻ പോകുന്നു എന്നുള്ള മഹാഭയം വരുത്തുന്ന ഒരു ദൈവത്തിൻ്റെ ശബ്ദമാണ് മലാക്കിയിലൂടെ അവസാനമായി വെളിപ്പെട്ടു വന്നത്. എന്നാൽ ദൈവമക്കളെ, ഇങ്ങനെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു അരുളപ്പാടാണ് വേദപുസ്തകം അവസാനിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നാണ് ഇന്ന് പകൽ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞത്. ദൈവം എന്തുകൊണ്ട് കോപിക്കുന്നു, ദൈവം എന്തുകൊണ്ട് കത്തിക്കുവാൻ തീരുമാനിച്ചു. ഇത് കത്തിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല എങ്കിലും കത്തിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാം, നരകം ഉണ്ടാക്കുവാൻ ദൈവം ആഗ്രഹിച്ചതായിരുന്നില്ല. ദൈവം നരകത്തിൻ്റെ പ്ലാൻ ഇല്ലായിരുന്ന ആളാണ്. പക്ഷേ ദൈവത്തെ കൊണ്ട് ചിലവന്മാർ നരകം ഉണ്ടാക്കിച്ചു. സ്തോത്രം, സ്തോത്രം. ഞാൻ പറയാനിരുന്നല്ല, പക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്ന് ചിലർ പറയുന്നത് പോലെ ദൈവത്തിന് പറയാൻ കഴിയും, ഞാൻ നരകം ഉണ്ടാക്കാനിരുന്നല്ല, പക്ഷേ എന്നെ കൊണ്ട് അവന്മാർ ഉണ്ടാക്കിച്ചതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനുഷ്യൻ്റെ കയ്യിലിരിപ്പ് അത്രമാത്രം അല്ലാതെയായി. ഞാൻ പറഞ്ഞു, ദൈവം മക്കളെ പോറ്റി വളർത്തി എന്ന് യെശയ്യാപ്രവചനത്തിൽ എഴുതുമ്പോൾ യേശു ഇവിടുന്ന് പോകാൻ നേരത്ത് പറഞ്ഞു, ചെന്നായ്ക്കടെ ഇടയിലോട്ട് പോകാനാക്കി. മക്കളെന്നുള്ളത് കർത്താവിനങ്ങ് ചെന്നായെന്നാക്കി. എന്തുകൊണ്ടാണ്? ദൈവത്തിന് കോപം മുഴുത്തു ജനത്തിൻ്റെ മേൽ, ദൈവക്രോധം ജനത്തിൻ്റെ മേൽ മുഴുത്തു വന്നു. അത്രമാത്രം ദൈവത്തോട് മത്സരിച്ചു. 53-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് ഈ ഭൂമിയെ കത്തിച്ച് കളയാൻ, വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് ദൈവം തീരുമാനിക്കുവാനുള്ള കാരണം. സങ്കീർത്തന പുസ്തകം 53-ന്റെ 1 മുതൽ പെട്ടെന്ന് ഇതൊക്കെ ദൈവമില്ല എന്ന മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവം ഇല്ലെന്ന് പറയുന്നതിൻ്റെ പേരാണ് റവറൻ ഡോക്ടർ മൂഢൻ. നമ്മൾ ദൈവത്തെ നിഷേധികളായിത്തീരരുത്. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. അടുത്തേ, നന്മ ചെയ്യുന്നവൻ എന്നേക്കാൾ നന്നായിട്ട് സുവിശേഷ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ഇതിനകത്തിരിപ്പുണ്ട്. ഞാനിപ്പോൾ അവരെക്കാളൊക്കെ കടത്തിവിട്ട് വലിയൊരു പ്രസംഗവും വലിയ വിഷയമൊന്നും പഠിപ്പിക്കാനൊന്നും പോവല്ല. ഞാൻ പുസ്തകമൊക്കെ മാറ്റി വെച്ച് ദൈവം എനിക്കിരുന്ന പ്രകാശനം നിങ്ങൾക്ക് പ്രകാശിപ്പിച്ച് തന്ന് ഇന്ന് രാത്രി ഒരു അഭിഷേകം ഇവിടെ നടക്കട്ടെന്ന് ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ ഒന്ന് അഭിഷേകം ചെയ്യാൻ. എന്തിനാണ് ദൈവം അഭിഷേകം ചെയ്യാൻ പോകുന്നതെന്നുള്ള പശ്ചാത്തലം ഒന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതേ ഉള്ളൂ. അല്ലാതെ വലിയൊരു പ്രഭാഷണമൊന്നും നടത്താൻ പോവല്ല പ്രിയപ്പെട്ടെ. അങ്ങനെയൊന്നും നിങ്ങൾ കരുതൊന്നും വേണ്ട. നിങ്ങളുടെ പത്രോസ് ലേഖനം എഴുതിയ എന്തിനാ? പത്രോസ് ലേഖനം എഴുതിയ പത്രോസ് 2 ലേഖനം എഴുതിയപ്പോൾ പത്രോസ് പറയാം, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത എനിക്കും ലേഖനമൊക്കെ എഴുതാൻ അറിയാം കേട്ടോ, ആരും എന്നെ കൊച്ചാക്കൊന്നും വേണ്ട, എനിക്കും അറിയാടാ 4 കാര്യം എഴുതാൻ. പൗലോസിന് മാത്രമൊന്നും അല്ല കേട്ടോ, എന്നെ ദൈവം പിടിച്ചിട്ടുണ്ട്, ഞാനും നോക്കിയാൽ 2 ലേഖനം എഴുതാൻ പറ്റും എന്നൊന്നും അല്ല പുള്ളി അവകാശപ്പെട്ടത്. പുള്ളി പറയുക, ഈ 2 ലേഖനം 2-ാമത്തെ ലേഖനമാണ് ഞാൻ എഴുതുന്നത്. ഈ 2 ലേഖനങ്ങളാലും ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുക എന്നാണ്. അല്ലാതെ മറ്റുള്ളവരെ പോലൊക്കെ എനിക്കും കുറച്ചൊക്കെ എഴുതാൻ അറിയാം, ഞാനും
ഞാനും പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലെങ്കിലും ദൈവം എനിക്കൊരു ശുശ്രൂഷയൊക്കെ തന്നിട്ടുണ്ട്. 4 കാര്യം ഞാനും പറയും. എനിക്കും അറിയാം ശുശ്രൂഷ എന്നൊന്നും പറയാനല്ല. പാവപ്പെട്ടവൻ പറയാണ്, എൻ്റെ ഹൃദയത്തിലെ ആകെ ഉള്ള ഉദ്ദേശം ഞാനിത് എഴുതുമ്പോൾ നിങ്ങളോട് ഞാൻ വ്യക്തമാക്കുകയാണ്, എൻ്റെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുക. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തട്ടി ഉണർത്തി, ഒന്നുകൂടെ ഒന്ന് ബലപ്പെടുത്തി, ഒന്നുകൂടെ ഒരു അഭിഷേകത്താൽ നിറഞ്ഞ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നുള്ള ദൈവവചന പ്രകാരം ഒരു പ്രാവശ്യം കൂടെ ശക്തി സംഭരിച്ച് യോഗം കഴിഞ്ഞ് പോകാനായിട്ട് ദൈവാത്മാവ് ഒന്നുകൂടെ ഒന്ന് നമ്മെ ഒന്ന് തട്ടി ഉണർത്തുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രഭാഷണ പരമ്പരയൊന്നും ഇന്ന് രാത്രി നടത്താനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു വന്നത്, ദൈവം ഇതിനെ കത്തിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്? 53 ബാക്കി വായിച്ചോ. അവർ എല്ലാവരും വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ആ ആ എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായിട്ട് തീർന്നു. ഒരുത്തൻ പോലുമില്ല. ആ ആ മതി. ഇതൊക്കെ എൻ്റെ പശ്ചാത്തലം. ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ ഇതിനെ വീണ്ടെടുക്കുവാനായിട്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനെ, ഓമനകുമാരനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന, ദൈവത്തെ അകന്ന് കിടക്കുന്ന, ദൈവത്തോട് വിട്ടുപോയിരിക്കുന്ന, ദൈവമില്ലെന്നും ദൈവത്തോട് അകന്നുമൊക്കെ പോയ ആളുകളെ പിതാവിനോട് നിരപ്പിക്കുക, പിതാവിൻ്റെ സന്നിധി നമ്മളെ എത്തിക്കുക. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഞാൻ രാവിലെ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവവും മനുഷ്യനുമായി നടന്ന അവസ്ഥയെന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നു. കാരണം തോട്ടത്തിൽ അവൻ്റെ ഒച്ച കേട്ടിട്ട് അവർ ഒളിച്ചു. അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്, വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ പപ്പ വരുമ്പോൾ, അല്ലെ പാസ്റ്റർ വിസിറ്റിങ്ങിന് വരുമ്പോൾ, ഈ മുറ്റത്തിട്ടിരിക്കുന്ന ചിപ്സിൻ്റെ മുകളിലൂടെ നടക്കുന്നത് കേട്ടിട്ട് ടി വിയുടെ ചാനൽ പെട്ടെന്ന് മാറ്റി വാർത്താ ചാനലാക്കുന്ന പോലെ, അതുവരെ മറ്റ് ചാനലുകൾ കണ്ടുകൊണ്ടിരുന്നവർ പാസ്റ്റർ വന്നു എന്നും പറഞ്ഞ് പെട്ടെന്ന് ഇത് മാറ്റുന്ന പോലെ, പപ്പ വരുന്നു എന്നും പറഞ്ഞ് പെട്ടെന്ന് പുസ്തകം വലിച്ചെടുക്കുന്ന പിള്ളേരെ പോലെ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടിട്ട് അവർ ഓടി ഒളിച്ചു. അത്ര അക്ഷരാർത്ഥത്തിലാണ് ദൈവവും മനുഷ്യനുമായിട്ട് നടന്നത്. ദൈവം ഒരു കോണിക്ക് ഉണ്ടാക്കി വെച്ചു അങ്ങ് പോയൊന്നുമില്ല. സ്തോത്രം. കാക്കയുടെ കൂട്ടിക്കൊണ്ട് കുയില് മുട്ടയിട്ടച്ച് പിന്നെ വിരിയുവോ, കാക്ക ഒത്തി കുടിക്കുവോ, എന്നാലും കാണിക്കട്ടെ, ഞാൻ എൻ്റെ പാട്ടിന് പോകാമെന്നും പറഞ്ഞ് ആ ഏറിയയിലോട്ട് വരാത്ത കുയിലിനെ പോലല്ല ദൈവം ഉണ്ടാക്കിയിട്ട് അടുത്ത് തന്നെ നിന്നു. സ്തോത്രം. അടുത്ത് തന്നെ നിന്നു. പക്ഷേ സംഭവിച്ചത്, ദൈവം അകന്നുപോയി. അതിന് നമ്മൾ പശ്ചാത്തലമൊക്കെ പോയിട്ട് മനസ്സിലാക്കി രാവിലെ. എന്തുകൊണ്ട് ദൈവം അകന്നു? ദൈവത്തോട് അവർ അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവരെ ശപിച്ചു. വാഴട്ടെ എന്ന് കൽപ്പിച്ചവൻ അവസാനം ശപിക്കുന്നതായിട്ട് ദൈവവചനത്തിൽ വായിക്കുന്നു. എന്നാൽ കാലഘട്ടങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ ദൈവം അകന്നു പോയത് എന്താണെന്നുള്ളത് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം. യിരെമ്യാവ് പറയുന്നു, കേൾപ്പാൻ കഴിയാതെ ചെവി മന്ദമായിട്ടില്ല. ദൈവത്തിന് പ്രായമായതുകൊണ്ടല്ല ഇപ്പോൾ ഇവിടെ കാണാത്ത. ദൈവത്തിന് ഇപ്പം പഴയ പോലെ നടക്കാനൊന്നും വയ്യെന്ന്. 14,000 വർഷത്തിന് മുമ്പ് നടന്നൊക്കെ തോട്ടത്തിലൊക്കെ വന്ന് ദൈവം ഇപ്പം പ്രായമായി, അങ്ങനെ വയ്യാതിരിക്കുക ഇപ്പം ദൈവത്തിന്. അതുകൊണ്ട് ദൈവം പഴയ പോലൊന്നും വരാത്തയാണെന്നൊന്നും ആരും കരുതൊന്നും വേണ്ട. അവൻ്റെ ചെവി മന്ദമാകുന്ന ചെവിയല്ല. നമ്മുടെ കൂട്ട് ചെവി മന്ദമാകത്തില്ല. കാണാൻ കഴിയാതെ കണ്ണ് കുരുടാകത്തില്ല. പ്രവർത്തിക്കാൻ കഴിയാതെ കർത്താവിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. പിന്നെ എന്താണ് കാരണമെന്ന് ദൈവദാസൻ പറയുകയാണ്, അവൻ അകന്ന് നിൽക്കുകയാണ്. എന്താ കാര്യം? അകൃത്യം നിമിത്തം ദൈവം അകന്നു പോയി. സ്തോത്രം. അങ്ങനെ അകന്നു പോയെന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ദൈവം അടുത്ത് നിൽക്കുന്നു. വചനത്തിൻ്റെ മധ്യഭാഗത്ത് അകന്നു നിൽക്കുന്ന ഒരു ദൈവം. എന്നാൽ വചനത്തിൻ്റെ അവസാന ഭാഗം വീണ്ടും കർത്താവ് അത് ചെയ്യുകയാണ്. വചനം പറയുന്നു, യോഹന്നാൻ പറയുകയാണ്, ഇതാ ഞാൻ പുതിയൊരു കാര്യം കാണുകയാണ്. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയും ദുഃഖവും മുറിവിളി ഉണ്ടാകത്തില്ല. അങ്ങനൊരു സുവർണ കാലഘട്ടം വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായിട്ട് സ്തോത്രം. ഒരു
സുവർണ കാലഘട്ടം വരാൻ പോവുകയാണ്. ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ഇപ്പോൾ ദൈവം നമുക്ക് അകന്ന് വസിക്കുകയാണ്. ദൈവം നമുക്ക് അകന്നിരിക്കുകയാണ്, സ്വർഗത്തിലാണ്. പക്ഷേ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണെങ്കിലും അദൃശ്യനായിട്ടാണ് അവൻ സമീപസ്ഥനായിരിക്കുന്നത്. അദൃശ്യനായ ദൈവം ഇന്ന് പകൽ അവനിവിടെ, ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിലുണ്ടെങ്കിലും അവൻ നമ്മൾക്ക് അദൃശ്യനാണ് പ്രിയപ്പെട്ടവരെ. അവൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നത് പൗലോസ് പറയും, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുന്നു. അവൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് മനുഷ്യൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. മനുഷ്യൻ്റെ അധരങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ ദൈവം സംസാരിക്കുകയാണ്. എന്നാൽ നേരിട്ട് സംസാരിക്കുകയും തോട്ടത്തിൽ വന്ന് കാണുകയും ചെയ്ത ദൈവം ഇടനിലക്കാരെ വെച്ച് സംസാരിക്കുന്ന ഒരു കാലം. എന്നാൽ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സന്തോഷ വാർത്തയുണ്ട് ദൈവമക്കളെ, അവൻ നമുക്ക് പ്രത്യക്ഷനാകുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അവൻ നമുക്ക് പ്രത്യക്ഷനാകും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടും. ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടും. അവൻ എന്നും മറഞ്ഞിരിക്കത്തില്ല. അവൻ എന്നും മറഞ്ഞിരിക്കത്തില്ല. യോഹന്നാൻ പറയുകയാണ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ നാം കാണുന്നതാകയാൽ അവനോട് സദൃശന്മാരാകുവാൻ പോകുകയാണ്. പഴയ നിയമത്തിൽ തൻ്റെ സ്നേഹിതനായ മോശ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, പിതാവേ, എന്നെ ഒന്ന് കാണിച്ചു തരാവോ? ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. അത്രമാത്രം സ്നേഹബന്ധവും ദൈവത്തെ അനുസരിക്കുകയും ദൈവം പറയുന്നതെല്ലാം ചെയ്യുന്ന ജോലി വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് വളരെ ശക്തമായി ദൈവത്തിന് വേണ്ടി വാദിച്ച് ജനത്തെ വിടുവിച്ച മോശ വലിയ സ്നേഹിതനാണ്, ദൈവത്തിൻ്റെ സ്നേഹിതൻ. അവൻ ഒരു ന്യായമായ ആവശ്യം ദൈവത്തോട് പറയാണ്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. തീ കത്തുന്നൊക്കെ വിളി കണ്ടിട്ടുള്ളൂ. നീ ആരാന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഞാൻ യഹോവയാണ്, ഞാനാകുന്നവൻ ഞാനാണ്. പക്ഷേ കുറേ കഴിഞ്ഞപ്പം പുള്ളിക്കൊരാഗ്രഹം, നിന്നെ എനിക്കൊന്ന് കാണണം. അപ്പോൾ പറഞ്ഞു, അത് പറ്റിയല്ല, കാണുന്ന നാളിൽ നീ മരിക്കും. പിന്നെ നിൻ്റെ ന്യായമായ ചോദ്യമൊക്കെ ആയതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ ഞാൻ വേണമെന്ന് കാണുക എന്നും പറഞ്ഞ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പുറഭാഗം മാത്രം അവനെ കാണിച്ചു കൊടുത്തു എന്നുള്ളത് നമുക്ക് വായിക്കാൻ കഴിയും വചനത്തിൽ. എന്നാൽ ദൈവം ഭാഗ്യവശാൽ നമുക്കൊരു വലിയ കൃപ ദൈവം തന്നിരിക്കുകയാണ്. കർത്താവ് നമുക്ക് പ്രത്യക്ഷമാകും. സ്തോത്രം. ദൈവം നമുക്ക് പ്രത്യക്ഷമാകും. ശാസ്ത്രം ഇത് അംഗീകരിക്കുന്നില്ല, ദൈവം ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ നടക്കുമ്പോൾ, നമ്മുടെ പ്രത്യാശ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിനെ നമ്മൾ കാണാൻ പോവുകയാണ്. വിശ്വാസമുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഇതിൻ്റെയൊക്കെ അവസാനം നമ്മൾ ദൈവത്തെ കാണുമെന്നുള്ളതാണ്. സ്തോത്രം. ദൈവത്തെ നമ്മൾ കാണാൻ പോവുകയാണ്. ദൈവം നമുക്ക് പ്രത്യക്ഷമാകും. ദൈവം പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് ഇത്ര സന്തോഷകരമായ കാര്യം? വലിയൊരു വീണ്ടെടുപ്പ് ദൈവം നമുക്ക് ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ഒരു മഹാവാർത്ത പറയാനായിട്ടാണ് യേശുവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. മഹാവാർത്ത, സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും വലിയ വിശേഷം, ഗുഡ് ന്യൂസ്. ഒരു ഗുഡ് ന്യൂസ് പറയാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി ചിലരെ അഭിഷേകം ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തിന് വിടുതലിന് വേണ്ടി ആയിരിക്കത്തില്ല, ദൈവത്തിൻ്റെ ഉദ്ദേശം അനുസരിച്ചാണ് ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് പ്രസാദം തോന്നിയിട്ട് അവൻ വാരിക്കോരി അനുഗ്രഹിച്ചെന്നിരിക്കും. അത് ഇതിൻ്റെ ഭാഗമാണ്. ശിഷ്യന്മാരെ ദൈവം അനുഗ്രഹിച്ചു. അവർ ചെയ്യേണ്ടത് ചെയ്തപ്പോൾ അവരുടെ കാൽക്കൽ അവർക്ക് വേണ്ടതൊക്കെ വന്നു എന്നുള്ളത് നമ്മൾ ഇന്ന് രാവിലെ ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാൽക്കൽ എന്തെങ്കിലും വരാനായിട്ടല്ല ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുന്നത്, വലിയൊരു വാർത്ത ലോകത്തിന് അറിയിക്കുവാനാണ്. സ്തോത്രം. ഒന്ന്, നശിച്ചു പോകാൻ പോകുന്ന ഈ ലോകം, തീക്കിരയാകുവാൻ പോകുന്ന ഈ ലോകം, ഈ തീയിൽ നിന്ന് കുറേ എണ്ണത്തെ വലിച്ചെടുക്കുവാൻ വേണ്ടി അവരോട് ഈ ശിക്ഷാവിധിയെക്കുറിച്ച് പറയാൻ വീശുമുറവുമായിട്ട് ഒരുത്തൻ വരുന്നു, അല്ലെങ്കിൽ ഒരു രക്ഷകനുണ്ട്, ഈ ഭൂമിക്ക് തീ പിടിക്കുവാൻ പോകുകയാണ് എന്ന് പറയുവാൻ വേണ്ടിയാണ് കർത്താവ് തൻ്റെ ദാസന്മാരെ അഭിഷേകം ചെയ്യുന്നത്. എന്നാൽ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. തുടർന്നുണ്ടാകുന്ന മഹാസന്തോഷം എന്താണെന്നാണ് ഇന്ന് നമ്മൾ രാത്രി ചെറുതായിട്ടൊന്ന് ചിന്തിക്കാൻ പോകുന്നേ. സ്തോത്രം. യേശു ക്രിസ്തു ഇവിടെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ പ്രവചനങ്ങൾക്ക് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കഴുത്തെ പിടിച്ച് ഒറ്റ തെള്ളു വെച്ച് കൊടുത്തു. നിനക്കാരുടെ അധികാരം തന്ന അച്ഛൻ്റെ മകനായ കൊച്ചനെ, നിനക്കാരുടെ ഇതൊക്കെ അധികാരം പോടാന്ന് പറഞ്ഞിട്ട് തെള്ളി ഇറക്കി വിട്ടപ്പോൾ യേശു കർത്താവ് തെരുവിലിറങ്ങി പ്രസംഗം തുടങ്ങി. അഭിഷേകം കിട്ടിയത് അത് സ്തോത്രം വേണ്ടടുത്ത് ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ അംഗീകരിച്ചില്ല, കർത്താവിനെ തള്ളി ഇറക്കി വിട്ടു. പക്ഷേ ദൈവം തുറന്ന വാതിലായോണ്ട് ഒരു കഴുത്തെ പിടിച്ചുള്ള തള്ളൽ കൊണ്ടൊന്നും ഒതുങ്ങുന്നതല്ല നമ്മുടെ ശുശ്രൂഷ. ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്താൽ ആരൊക്കെ ഒതുക്കാൻ നോക്കിയാലും അത് ഒതുങ്ങിപ്പോകുന്നതല്ല. ദൈവം ഏൽപ്പിച്ച അഭിഷേകത്തെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അല്ലല്ല, പള്ളിക്കകത്തുനിന്ന് തള്ളി ഇറക്കി വിട്ട് കടത്തീരത്ത് വലിയ ക്രൂസൈഡ് നടത്തുന്നവനാണ് എൻ്റെ യേശു. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അല്ലല്ല, അനേക പുരുഷാരത്തിൻ്റെ നടുവിൽ അവൻ പ്രസംഗിക്കുന്നതായിട്ട് വേദപുസ്തകത്തിലുണ്ട്. കുറച്ച് പേരുടെ നടുവിൽ നിന്ന് തള്ളിവിട്ടാലും ദൈവം നമുക്ക് വേണ്ടി ഒരു
ശുശ്രൂഷ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ചില മേഖലകളിൽ നമുക്ക് വേണ്ട അംഗീകാരം ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങളാരും ഭാരപ്പെടുകയൊന്നും ചെയ്യരുത്. സെൻറ്റർ അംഗീകരിച്ചോ, നമ്മുടെ മേലിലുള്ള ദൈവദാസന്മാർ അംഗീകരിച്ചോ, അവർ നന്നായെന്ന് പറഞ്ഞോ, അതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മളെ